ചില സമയങ്ങളിൽ കൺസൾട്ടിങ് സമയത്ത് മെയിൽ പേഷ്യൻസ് പറയാറുണ്ട്, സാറേ ഇപ്പോൾ വൈഫിന് തീരെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് താല്പര്യമില്ല, ഇപ്പം ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ ചില സമയങ്ങളിൽ മെയിൽ പേഷ്യൻറ്റിനെ കുറിച്ച് ഫീമെയിൽസും പരാതി പറയാറുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുക, ഡോക്ടർ ഇങ്ങനെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെടുന്ന സമയത്ത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെയിൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാനസികമായിട്ടുള്ളൊരു തൃപ്തി സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് ഇത്രയും പെയിൻഫുള്ളായിട്ട് ചെയ്യുമ്പോൾ പേടിയാണ് ഡോക്ടർ. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണെന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ആ സമയത്ത് മാത്രമേ ഭർത്താവ് അറിയുന്നുള്ളൂ, ആ സമയത്ത് മാത്രമേ പാർട്ട്ണർ അറിയുന്നുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഒരു തെറ്റിദ്ധാരണ വരികയാണ്. അവസാനം നമ്മൾ തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ്, പിന്നെ കാരണങ്ങൾ മനസ്സിലാവുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്രയോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ചില പേഷ്യൻസ് മെയിലിനെ ഇരുത്തിക്കൊണ്ട് തന്നെ, അത് ആണുങ്ങളെ പുരുഷന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെ സ്ത്രീകൾ തന്നെ തുറന്ന് പറയാറുണ്ട്, ഡോക്ടർ ഇന്ന പ്രയാസമുണ്ട്, പുള്ളിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അതൊരു ഫാമിലി അനുബന്ധിച്ചിട്ട്, കാരണം ഡോക്ടറോടല്ല നിങ്ങൾ ആരോടാണ് തുറന്ന് പറയുക. അപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവായി കിട്ടും. നിങ്ങൾ പറയാതിരിക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ വൈഫിന് സ്വാഭാവികമായിട്ട് തോന്നുകയാണ്, ഇവർക്ക് എന്നോട് താല്പര്യമില്ലേ, പണ്ടത്തെ അത്ര സ്നേഹമില്ലേ, അല്ലെ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് തോന്നുന്നതാണ്. ഇതേപോലെ തന്നെ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനും തോന്നും. നിങ്ങളത് ഓപ്പണായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പെയിൻ. ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന വേദനയും അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദനയും. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. ഇനി നമുക്ക് പുരുഷന്മാരിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പുരുഷന്മാരിൽ ഇത് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വരുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് കല്ലിൻ്റെ ബുദ്ധിമുട്ടുകൾ, കല്ല് പൊടിഞ്ഞു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസവും ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. പക്ഷെ ഇത് റെയറായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് ചില സമയങ്ങളിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ചില സമയത്ത് വെള്ളം കുടിക്കുന്ന അവസ്ഥ, വാട്ടർ ഇൻടേക്ക് കുറയുമ്പോഴും ഈ പ്രയാസം കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. പിന്നീട് വരുന്ന പ്രശ്നമാണ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ പറഞ്ഞ അനാട്ടമിക്കൽ ഡിഫോർമാലിറ്റി തന്നെ, സ്കിന്നിൻ്റെ പെരിനോസിസ് എന്ന് പറയുക, അതിൻ്റെ സ്കിന്നിൻ്റെ പെനീസിൻ്റെ മുന്നത്തെ സ്കിൻ ഹാർഡാവുന്ന അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളാണ് പുരുഷന്മാർക്ക് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ യൂറിനോ അല്ലെങ്കിൽ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് തുടർച്ചയായിക്കൊണ്ട് ചെറുതായിട്ട് രൂപത്തിൽ ബാർലിയുടെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോ മറ്റേ ഡീഹൈഡ്രേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ കാരണമാണെങ്കിൽ നമുക്കത് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് കിട്ടും. ഇനി സ്ത്രീകളിലേക്ക് വരുമ്പോഴോ, സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹോർമോണൽ ഇംബാലൻസിങ് തന്നെയാണ്. ഇപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുക, അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യം വജൈന ഡ്രൈ ആവുക എന്നുള്ളതാണ്. കാരണം വജൈന ഡ്രൈ ആവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഓവർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ല ഓവർ ഹൈജീനിക്കിൻ്റെ ഭാഗമായിട്ട് അധിക സമയങ്ങളിലും ഇൻസൈഡ് വജൈന, അതായത് ഉൾഭാഗങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകും. ഇതാ നോർമൽ വെറ്റ് മെക്കാനിസത്തിനെ തടസ്സപ്പെടുത്തുകയും വജൈന ഡ്രൈ ആവാൻ കാരണം. പിന്നീട് നിങ്ങൾ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തായിരിക്കും, സിവിയർ പെയിൻ ആയിരിക്കും. ഇത് പതിയെ മടുപ്പായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ അറിയാതെ വരുന്ന കോംപ്ലിക്കേഷൻസ്. മൂന്നാമത്തെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആണ് വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പൊക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തുടർച്ചയായിട്ടുണ്ടാവുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൻ്റെയൊക്കെ സൈനും സിംറ്റംസ് വ്യത്യസ്തമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുകയും സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് ഏർപ്പെടുകയും ചെയ്യും. ഇപ്പോൾ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഡ്രൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവയർ ഭാഗങ്ങൾ, പെൽവിക് ഏരിയ ഇളം ചൂടുള്ള ഒലിവ് ഓയിൽ കൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചേഞ്ചസ് മാറിക്കിട്ടും. ഡ്രൈനസിന് ഒരു നല്ല ചേഞ്ചസ് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിക്കൊണ്ട്, എന്താണ് നിങ്ങളുടെ കാരണത്തിൻ്റെ ബേസിക് റീസൺ കണ്ടെത്തിക്കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്രോണിക് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ അക്യൂട്ട് കേസുകളുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് ഈ അസുഖം ക്രോണിക് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവും തുറന്നു പറഞ്ഞുകൊണ്ട് എന്താണെന്നുള്ള തീരുമാനം നിങ്ങൾ നിർബന്ധമായി എടുക്കേണ്ടതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.